തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ BJP പിടിച്ചതു മുതൽ ചൊറിച്ചിലിൻ്റെ അസുഖം വന്ന അനേകം പേരുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് ഇന്ന് കൊടിയേറി. കഴിഞ്ഞ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി അമ്മ പെങ്ങന്മാരുടെ അതിശക്തമായ പ്രാതിനിധ്യം പൊങ്കാലയ്ക്കുണ്ടാവും എന്നാണ് കരുതപ്പെടുന്നത്. ആറ്റുകാൽ പൊങ്കാല ബഹിഷ്കരിക്കുമെന്ന് KGMOA കേരള ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ഒരു ഭീഷണിയുണ്ട്. ഇത് BJPയുടെ അല്ല സാറന്മാരെ, ഹിന്ദുവിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്. അതിനെ അങ്ങ് ബഹിഷ്കരിച്ച് തൊലച്ചു കളയാമെന്നാണേൽ അത് വെറും വ്യാമോഹമാണ്. പലതരത്തിലും ഇത്തവണത്തെ പൊങ്കാല കുളമാക്കുവാനുള്ള ശ്രമം ഭരണ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നുണ്ട് എന്നാണ് അറിവ്. ഇനി KGMOA എന്ന മാങ്ങാത്തൊലി ഇല്ലേലും അത് ഭംഗിയായി തന്നെ നടക്കും. പിന്നിൽ നിന്ന് ഹിന്ദുവിനെ കുത്തിമലർത്തിയ ഇടതനും വലതനും പിന്നെ അവരുടെ പോഷക സംഘടനകളും സൈബർ മാക്രികളും ഒത്തുപിടിച്ചിട്ടും നല്ല ജോറായി നടന്ന തിരുനാവായിലെ മഹാമാഘ മഹോത്സവം കണ്ടോ നിങ്ങൾ? ഭരണകൂടമോ പ്രതിപക്ഷമോ പിന്നെ നിങ്ങളുടെ ഈ ഭീഷണി പൊക്കിക്കാണിക്കുന്ന കേരളത്തിലെ ജിഹാദി പത്ര ദൃശ്യമാധ്യമങ്ങളോ ഒന്നുമില്ലാതിരുന്നിട്ടും 20 ലക്ഷത്തിലധികം ഭക്തജനങ്ങൾ വന്നുപോയ ആ ഉത്സവം, അതാണ് ഹിന്ദുവിൻ്റെ ഊർജം. കൂലിപ്പണിക്കാർ പോലും ജോലിക്ക് കൊണ്ടുവരുന്ന കൈക്കോട്ടും പിക്കാസും വെട്ടുകത്തിയുമൊക്കെ ജോലി കഴിയുമ്പോൾ തിരികെ കൊണ്ടുപോകുന്ന ഈ രാജ്യത്ത് രോഗികളുടെ വയറുകളിൽ വെച്ചുമറക്കുന്ന നിന്റെയൊക്കെ ആ പണിയായുധങ്ങളോടിപ്പോൾ പേടിയാണ് ഈ നാട്ടിലെ സാധുക്കൾക്ക്. നിന്റെയൊക്കെ ഹിന്ദു വിരുദ്ധ മുതലാളിമാരോട് പോയി പറയണം. അവർ പലവട്ടം ആറ്റുകാൽ പൊങ്കാലയ്ക്കെതിരെ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്, ജനകീയ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. എന്തിനേറെ വെള്ളം വരുന്ന ടാപ്പുകൾ വരെ പൊട്ടിച്ച് വെള്ളം കൊടുക്കാതെ പൊങ്കാല ഇല്ലാതാക്കാൻ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് നടന്നിട്ടില്ല. അങ്ങ് ചെങ്കോട്ടയിലെ വെള്ള ഭീകരതയാണ് പ്രചോദനമെങ്കിൽ 10 ലക്ഷത്തിലധികം വരുന്ന സാധു അമ്മ സഹോദരിമാർക്ക് പൊങ്കാലയിടാൻ മാത്രമല്ല ചൂലിനാൽ പെടയ്ക്കാനും അറിയാം. നിന്റെയൊക്കെ ഈ തിട്ടൂരം ഇടത് വലതന്മാരായ രാഷ്ട്രീയക്കാരോട് മതി. അവർ പേടിക്കുമായിരിക്കും, ഒരുപക്ഷെ നിക്കറിയ മുള്ളുമായിരിക്കും. ഹിന്ദുവിനോടത് വേണ്ട. മുടയുണ്ടായാൽ തീർച്ചയായിട്ടും ഇടപെടലും ഉണ്ടാകും. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടന ഏതാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? അതിൻ്റെ പേരാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. ഈ സംഘത്തെ ചുറ്റിപ്പറ്റി 50 കോടി ജനങ്ങളുണ്ട്. അതിൽ ആയിരക്കണക്കിന് ഡോക്ടർമാർ തവിട്ട് കളർ പാൻറ്റും വെള്ള ഷർട്ടും ഇട്ട് കുറുവടിയും പിടിച്ച് നടക്കുന്നുണ്ട്. അവർ ഭാരതത്തിലെ ഏറ്റവും വലിയ സേവന സംഘടനയായ സേവാഭാരതിക്ക് വേണ്ടി രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കാൻ സന്നദ്ധരായി നിൽക്കുന്നുണ്ട്. തിരുനാവായയിൽ 15 ദിവസമാണ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് വൈദ്യസഹായം നൽകിയത്. വന്നുപോയത് 20 ലക്ഷത്തിലധികം പേർ. അവിടെ നിങ്ങളുടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെയല്ലേ ഒരു ദിവസത്തെ പൊങ്കാല. പിന്നെ ഇതൊക്കെ വെറും ചീള് കേസ്. ഇനി അതും പോരെങ്കിൽ ഈ ഭാരതഭൂമിയിലുള്ള മുഴുവൻ സേനകളുടെയും ഹെൽത്ത് സപ്പോർട്ട് ഇവിടെ ഈ തിരുവനന്തപുരത്തെത്തും. കാരണം അറിയോ മച്ചാന്മാരെ, ഭാരതം ഭരിക്കുന്നത് RSSകാരനാണ്. അതേ RSSകാരനാണ് തിരുവനന്തപുരം നഗരവും ഭരിക്കുന്നത്. നീയൊക്കെ ആരെയാടോ ഈ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുന്നത്? പോടെ പോയി വല്ല തലപ്പന്തോ കുട്ടിയും കൊല്ലം കളിക്കും. എന്തിനിടെ ഈ മുട ഒരുപാട് കുരയ്ക്കാണ്ട് അപ്പിളി ചെല്ല്, നേരെ ചൊവ്വേ വീട് പിടിക്കാൻ നോക്ക്.